ഈശ്വംസിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രവ്യകാലത്തിനു ശേഷം ആരാധനാക്രമവത്സരത്തില് ധനഹാകാലത്തിലേക്ക് പ്രവേശിക്കുന്ന സുന്ദരമായ ദിവസമാണ് ഇന്ന്. ധനഹ എന്ന വാക്കിനർത്ഥം പ്രത്യക്ഷീകരണം, ആവിഷ്കരണം, വെളിപാട് എന്നൊക്കെ അർത്ഥം വരുന്ന ധനഹാകാലം മിശിഹായുടെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും പ്രകടമാക്കി വെളിപ്പെടുത്തി തരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ധനഹാകാലത്തിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളിലൂടെയും വിചിന്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടെത്തുക മിശിഹായുടെ പരസ്യ ജീവിതത്തെക്കുറിച്ചും മിശിഹായുടെ ദൈവിക ദൗത്യത്തെക്കുറിച്ചും ദൈവികമായ വ്യക്തിത്വത്തെക്കുറിച്ചുമാണ്. യോർദാനിൽ മിശിഹ മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്നുള്ള ദൈവിക സ്വഭാവത്തിൻ്റെ വെളിപ്പെടുത്തലുമാണ് ഈ ആരാധനക്രമ കാലഘട്ടങ്ങളിൽ നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നതും ഇതേ ദൈവിക ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ ഈജിപ്ത് ദേശത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാനും അവരെ രക്ഷയുടെ നാട്ടിലേക്ക് നയിക്കുവാനുമായി മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നതും ദൗത്യമേൽപ്പിക്കുന്നതും നമ്മൾ വായിച്ചു കേട്ടു. 2-ാം വായനയിൽ യെശയ്യാ പ്രവാചകന്റെ വായനയിൽ വിപ്രവാസ കാലഘട്ടത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കൾക്ക് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും നൽകുന്നതിന് വേണ്ടി സൈറസ് എന്ന രാജാവിനെ തിരഞ്ഞെടുക്കുന്നതും ദൗത്യമേൽപ്പിക്കുന്നതും നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ ലേഖനത്തിലൂടെ, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹായുടെ ഓർമ്മപ്പെടുത്തലുണ്ട്. ദൈവിക ദൗത്യം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ മിശിഹായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പും. തുടർന്ന് സുവിശേഷത്തിൽ മിശിഹായുടെ ദൈവികമായ ദൗത്യവും ദൈവികമായ വെളിപാടുമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനം നൽകുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനും അന്ധർക്ക് കാഴ്ച നൽകുവാനുമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ മിശിഹ വ്യക്തമാക്കി കൊടുക്കുന്ന വചനഭാഗവുമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ട ദൈവിക വിചാരമെന്ന് പറയുക, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൈവിക പദ്ധതി തിരിച്ചറിയുവാനും അത് നടപ്പിലാക്കുവാനും പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൈവികമായ പദ്ധതി തിരിച്ചറിയുക, എന്നിലെ ദൈവിക സ്വഭാവത്തെ ഞാൻ മനസ്സിലാക്കുക. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയുള്ള നമ്മുടെ യാത്രയും. മിശിഹ അവൻ്റെ ദൈവിക ദൗത്യത്തെ തിരിച്ചറിയുന്നതും വെളിപ്പെടുത്തുന്നതും അസാധാരണമായ സംഭവങ്ങളിലൂടെയോ നാടകീയമായ രംഗങ്ങളിലൂടെയല്ല, സ്വതസിദ്ധമായ ശൈലിയിലും വളരെ ലളിതമായ ജീവിത രീതിയിലൂടെയുമാണ് മിശിഹ നമുക്കത് കാണിച്ചു തരിക. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു, താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് അവൻ വന്നു. താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് അവൻ വന്നു. നസ്രത്ത് ചെറിയൊരു ഭവനമാണ്. മിശിഹ വളർന്ന ഇടമാണ്. അത്ര പ്രമുഖ നഗരമൊന്നുമല്ല. അതുകൊണ്ടാണ് മിശിഹായുടെ ശിഷ്യനോട് നഥാനിയേൽ എന്ന ജ്ഞാനപണ്ഡിതൻ ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അതിടുങ്ങിയ സ്ഥലമാണ്, പരിമിതികളുടെ ഇടമാണ്, അറിയപ്പെടാത്ത ഇടമാണ്, കൊച്ചു നഗരമാണ്, അസ്വസ്ഥതകൾ പേറുന്ന ഇടമാണ്. അവിടേക്കാണ് മിശിഹ വരിക. താൻ വളർന്ന സ്ഥലമായ നാട്ടിലേക്ക്. നസ്രായേൻ എന്നവൻ അറിയപ്പെടുന്നതും അപ്രകാരമാണ്. ദൈവിക മഹത്വത്തിൻ്റെ ദൈവികമായ ദൗത്യം നിറവേറ്റുവാനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ജെറുസലേംകാരനായിട്ടോ ജെറുസലേമിലേക്കോ അല്ല അവൻ യാത്ര ചെയ്യുന്നത്. തനിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഇടത്തിൽ അവൻ സംതൃപ്തി കണ്ടെത്തുകയാണ്. നസ്രത്തിൻ്റെ ചുരുങ്ങിയ ഇടങ്ങളിലേക്ക് തൻ്റെ വ്യക്തിത്വത്തെ അവൻ ഒതുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരണം. പരിമിതികളുള്ള ഇടമാണ്, കുറവുകളുള്ള ഇടമാണ്, അസ്വസ്ഥതകളുടെ ഇടമാണ്. ദൈവം നിനക്കൊരുക്കിയിരിക്കുന്ന ഇടമാണ് എൻ്റെ കുടുംബം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നസ്രത്താണ്. ദൈവിക പദ്ധതിയുടെ തുടക്കം കുറിക്കുന്ന ഇടമാണ്.
ദൈവിക ദൗത്യം തിരിച്ചറിയുന്ന ഇടമാണ്. അതെന്റെ ദാമ്പത്യ ജീവിതമാണ്, അതെന്റെ പൗരോഹിത്യ ജീവിതമാണ്, അതെന്റെ സമർപ്പിത ജീവിതമാണ്. അത് കുറവുകളുള്ളതാണ്, ബലഹീനതകളുള്ളതാണ്, അസ്വസ്ഥതകളുള്ളതാണ്, കണ്ണുനീര് നിറഞ്ഞു നിൽക്കുന്നതാണ്, ഭാരം നിറഞ്ഞതാണ്. പക്ഷേ ദൈവം എനിക്കൊരുക്കിയ നസ്രത്താണ്. ആ നസ്രത്തിനോട് താതാത്മ്യപ്പെടുവാനും നസ്രായക്കാരൻ എന്നറിയപ്പെടുവാൻ മിശിഹ ധൈര്യം കാണിച്ചതുപോലെ ആ സ്വഭാവ സവിശേഷതകളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന ബോധ്യത്തോടുകൂടി അതിൽ സംതൃപ്തി കണ്ടെത്തുവാനും കഴിയുമ്പോഴാണ് ദൈവിക ദൗത്യം തിരിച്ചറിയുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക. പരാതി പറയരുത്, പരിഭവം പറയരുത്, വേദനകളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടരുത്. ദൈവം എനിക്ക് ഇതാണല്ലോ വിധിച്ചത് എന്ന് പറഞ്ഞ് നീ ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവമൊരുക്കിയ നസ്രത്തില് നീ ആയിരിക്കുവാനും സംതൃപ്തി കണ്ടെത്തുവാനുമാണ് ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുക. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പതിവ് പോലെ സാബത്തിൽ സിനഗോഗിലേക്ക് പ്രവേശിച്ച് പ്രവാചക ഗ്രന്ഥമെടുത്ത് വായിച്ചു. പ്രിയമുള്ളവരെ, പതിവ് പോലെ അവൻ ദേവാലയത്തിലേക്ക് സിനഗോഗിലേക്ക് പോവുകയാണ്. ചില പതിവുകളൊക്കെ നമ്മൾ മറന്നുപോയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിന് കാരണം. പതിവായുള്ള ബലിയർപ്പണം, പതിവായുള്ള നമ്മുടെ സന്ധ്യാപ്രാർത്ഥന, പതിവായുള്ള നമ്മുടെ നോമ്പാചരണങ്ങൾ, പതിവായുള്ള നമ്മുടെ ദാനധർമ്മങ്ങൾ, അതൊക്കെ എവിടെയോ നമുക്ക് കൈമോശം വന്നുപോയി. പതിവായുള്ള ആ ശീലങ്ങൾ ആവർത്തന വിരസതയോടുകൂടി ചെയ്യുവാനുള്ളതല്ല. ആ പതിവായ ശീലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യം ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാ. പതിവായുള്ള എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും വലിയൊരു ദൈവിക സ്നേഹവും രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. പതിവായുള്ള എൻ്റെ നോമ്പാചരണങ്ങളിലും പുണ്യപ്രവർത്തികളിലും ഒരു ദൈവികമായ പരിപാലനയും കരുതലും ഒളിഞ്ഞിരിപ്പുണ്ട്. പതിവായുള്ള എൻ്റെ ബലിയർപ്പണങ്ങളിലും കാഴ്ച സമർപ്പണങ്ങളിലും ദൈവികമായ വലിയൊരു കരുതലും കാരുണ്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കാണ് പതിവായുള്ള ബലിയർപ്പണങ്ങളും പതിവായുള്ള സാപത്താചരണങ്ങളിലും മടുപ്പും വിരസതയും തോന്നാതിരിക്കുക. അത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പോഴാണ് എന്തിനാ ഈ പതിവായിട്ടുള്ള എൻ്റെ സന്ധ്യാപ്രാർത്ഥന, എന്തിനാ പതിവായിട്ട് ഞാൻ വചനം വായിക്കുന്നത്, എന്തിനാ ഞാൻ ഈ പതിവായിട്ട് കൊന്ത ചൊല്ലുന്നത്, അതൊക്കെ ഒരു ആവർത്തന വിരസതയുടെ വിഷയമല്ലേ? അല്ല, അതിൽ മറിഞ്ഞിരിക്കുന്ന വലിയൊരു ദൈവിക രഹസ്യമുണ്ട്. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയുന്ന സമയമാണ് പതിവായുള്ള എൻ്റെ ചില വിശുദ്ധ ശീലങ്ങൾ. ഈ പതിവായ ശീലങ്ങൾക്ക് വിപരീതമായിട്ട് നടക്കുവാനാണ് ഇന്ന് നമ്മൾ ധൈര്യപ്പെടുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പതിവായുള്ള പ്രാർത്ഥനകൾക്ക് മുടക്കം സംഭവിച്ചു, പതിവായുള്ള ബലിയർപ്പണങ്ങൾക്ക് മുടക്കം സംഭവിച്ചു. പതിവായ വിശുദ്ധ ശീലങ്ങളെ നമ്മൾ പയ്യെ പാടെ മറന്നു. പതിവായ ശീലങ്ങളിൽ നിന്നും പതിവിന് വിപരീതമായ ശീലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു. ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുകളിലേക്കും ആഘോഷങ്ങളിലേക്കും ആഘോഷത്തിമർപ്പുകളിലേക്കും നമ്മുടെ യുവത്വങ്ങളും നമ്മുടെ ബാല്യങ്ങളും സഞ്ചരിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ അറിയപ്പെടാതെ പോകുന്നുണ്ട്. അത് ജീവിതത്തെ ഭാരപ്പെടുത്തും. പതിവായ ശീലങ്ങൾക്ക് വിപരീതമായ ശീലങ്ങളാണ് നമ്മളെ ഇന്ന് നയിക്കുക. ഞായറാഴ്ച ആചരണത്തെക്കാളും ബലിയർപ്പണങ്ങളെക്കാളും നമുക്കിന്ന് ആഘോഷവും ഡാൻസും അല്ലെങ്കിൽ അപ്രകാരമുള്ള ആഘോഷ തിമർപ്പുകളുമാണ്. അതിൽ ദൈവിക രഹസ്യം നമുക്ക് മറഞ്ഞിരിക്കുകയാണ്. ദൈവിക രഹസ്യം നമ്മുടെ കണ്ണുകളിൽ നിന്ന് മൂടപ്പെടുകയാണ്. ജീവിതം നിരാശയുടേതായിട്ട് തോന്നും, ജീവിതം ഭാരപ്പെട്ടതായിട്ട് തോന്നും, ദൈവം ശിക്ഷിച്ചതായിട്ട് അനുഭവപ്പെടും. അല്ല, എൻ്റെ നസ്രത്തിനോട് താതാത്മ്യം പ്രാപിച്ച് പതിവായ ശീലങ്ങൾ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് എന്നിലെ ദൈവിക ദൗത്യത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയുക. മിശിഹ തുടർന്ന് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയാണ്. സ്വയം തന്നെ തിരിച്ചറിയുകയാണ്. പതിവായ ശീലങ്ങളിലൂടെ അവൻ പൂർണ്ണമായ ബോധ്യത്തിലേക്ക് എത്തുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അത് തന്നെയാണ് പൗലോസ്ലീഹ നമ്മളോടും പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭയത്തിൻ്റെയോ അടിമത്തത്തിൻ്റെയോ ആത്മാവിനെയല്ല, പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തുടർന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയും ഉദ്ഘോഷിക്കുന്നത് അത് തന്നെയാണ്. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നീ ദൈവകൃപ നിറഞ്ഞവളാണ്.
ഇതെന്നെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നീ ഭയപ്പെടരുത്. വിശുദ്ധ മാമോദീസ എന്ന കുദാശയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവനാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ മകനാണ്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ്. വിശുദ്ധരുടെ സഹപൗരനാണ്. അതാണ് എൻ്റെ ക്രൈസ്തവ വ്യക്തിത്വം. ഈ വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ളപ്പോഴാണ് ഏത് പ്രതിസന്ധികളിലും ഏത് നിരാശയുടെ നിമിഷങ്ങളിലും എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത വേദന അനുഭവിക്കുമ്പോഴും കഠിനമായ പ്രലോഭനങ്ങൾക്ക് വിധേയനാകേണ്ടി വരുമ്പോഴും പരീക്ഷകൾക്ക് തോൽവി അനുഭവപ്പെടുമ്പോഴും ജോലിയുടെ സാധ്യതകൾ മങ്ങുമ്പോഴും ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈ ബോധ്യത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുതെന്ന പൗലോസ്ലീഹായുടെ ഉത്ബോധനത്തെ നമുക്ക് കരുതലോടുകൂടി കാണുവാനും, കർത്താവെ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് ദാവീദിനോട് ചേർന്ന് വിലപിക്കുവാനും കരയുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ദാവീദ് രാജാവ് ഉദ്ഘോഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കർത്താവെ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥന മന്ത്രവും അതുതന്നെയായിരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ആത്മാവിനെ നിർവീര്യമാക്കരുത്. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് മിശിഹായുടെ ഈ പ്രബോധനങ്ങൾ കേട്ടിട്ട് ജനം അവനോട് ചോദിക്കുന്നുണ്ട്, ഇവനും ആ ജോസഫിന്റെ മകനല്ലേ? ഇവനും ജോസഫിന്റെ മകനല്ലേ? സുവിശേഷത്തിന്റെ ആരംഭത്തിൽ മിശിഹായെ ജോസഫിന്റെ മകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ഒടുവില് ശതാധിപൻ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഇവൻ സത്യമായും നീതിമാനായിരുന്നു. ജോസഫ് നീതിമാനായിരുന്നു. അവന്റെ അപ്പനായിരുന്നു. അപ്പന്റെ പൂർത്തീകരണമായിട്ടാണ് മകൻ വളരുക. പ്രിയമുള്ളവരെ, നമ്മുടെ നിലപാടുകളിലും നമ്മുടെ തീരുമാനങ്ങളിലും ജീവിതശീലങ്ങളിലും ശൈലികളിലും കാണുമ്പോൾ ജനം അടുത്തു നിന്ന് ചോദിക്കണം, ഇവൻ ക്രൈസ്തവനല്ലേ? ഇവൻ ബലിയർപ്പിക്കുന്നവനല്ലേ? ഇവൻ വിവാഹിതനല്ലേ? വിശുദ്ധ കൂദാശ സ്വീകരിച്ചവനല്ലേ? ഇവനെന്നും പള്ളിയിൽ പോകുന്നവനല്ലേ? അതാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയും പൂർത്തീകരണവുമായിട്ട് വരിക. അതിൽ വളരുമ്പോഴാണ് ഒടുവിൽ മിശിഹായുടെ ദൈവാത്മാവിനോട് നമുക്ക് സാരൂപ്യം പ്രാപിക്കാനായിട്ട് പറ്റുക, സാമ്യമുള്ളവനായിട്ട് ജീവിക്കാൻ പറ്റുക. നമുക്ക് ഈ ധനഹ കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നീ എനിക്ക് ഒരുക്കിയിട്ടുള്ള ഇടത്തിൽ സംതൃപ്തിയോടുകൂടി ആയിരിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഏത് പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഞാനും മിശിഹായുടെ ആത്മാവിനെ ധരിച്ചിരിക്കുന്നുവെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ജീവിക്കുവാനും വേണ്ട കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ തൻ്റെ ദൈവിക ദൗത്യം തിരിച്ചറിഞ്ഞതും പഠിച്ചതും പരിശീലിച്ചതും ഭവനത്തിൽ നിന്നാണ്, അപ്പനിൽ നിന്നാണ്, അമ്മയിൽ നിന്നാണ്. അത് തന്നെയാണ് പൗലോസ്ലീഹ എന്ന ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുക. ദൈവത്തിലെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ബാല്യം മുതൽ പഠിച്ചറിഞ്ഞ ജ്ഞാനത്തിൻ്റെ ആ വചസ്സുകളിലേക്ക് നമുക്ക് തിരികെ നടക്കാം. അവിടെ നിന്ന് നമുക്ക് ദൈവിക ദൗത്യം മനസ്സിലാക്കാം, തിരിച്ചറിയാം. ആ ദൈവിക ദൗത്യം പൂർത്തീകരിക്കുന്ന ഇടങ്ങളിലേക്ക് നമുക്കും അയക്കപ്പെടാം. മോശയെ പോലെ, സൈറസിനെ പോലെ, പൗലോസിനെ പോലെ, മിശിഹായെ പോലെ കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് വളരുവാൻ ആഗ്രഹിച്ച് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.